ബിസിനസ്സിൽ പലതരത്തിലുള്ള സ്ട്രാറ്റജികളുമൊക്കെ തന്നെ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അത് പക്ഷേ സാധാരണ ജനത്തിന് അത്ര പെട്ടെന്ന് മനസ്സിലാകാറില്ല. ഉദാഹരണത്തിന് സ്വന്തം ബ്രാൻഡ് എന്ന് പറയുന്നത് UB ഗ്രൂപ്പ് എന്ന് പറയുന്ന അതുപോലെ കിങ്ഫിഷർ എന്ന് പറയുന്ന ബ്രാൻഡുമായി ബന്ധപ്പെട്ടാണ് നമുക്കെല്ലാം വിജയ് മല്യയെ അറിയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കലണ്ടർ ഇറക്കുകയും വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ പുറത്ത് കാണിക്കുകയും അങ്ങനെ ആ ബ്രാൻഡിനോട് ഇഴുകിച്ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു ഓണർഷിപ്പ് സാധാരണ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അത് കുറച്ചുകൂടി പെട്ടെന്ന് ആളുകളിലേക്ക് ക്യാച്ച് ചെയ്യാനും ആളുകളിലേക്ക് എത്തിപ്പെടാനും ഒക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് വലിയൊരു അപകടം കൂടിയുണ്ട്. കാരണം ഈ പറയുന്ന ഓണർക്ക് എന്തെങ്കിലും പറ്റിയാൽ, ഏതെങ്കിലും കേസിൽ അറസ്റ്റിലായാൽ, അല്ലെങ്കിൽ ഓണറുടെ ക്രെഡിബിലിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ബ്രാൻഡിനെ കൂടി ബാധിക്കും. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജിയാണ് നിങ്ങൾക്കെല്ലാം അറിയുന്ന, ഇപ്പോൾ ഇന്നലെ മരിച്ചുപോയ, ഇന്നലെ 3/15 സ്വയം വെടിവെച്ച് മരിച്ചിട്ടുള്ള ഡോക്ടർ CJ റോയും എടുത്തിട്ടുള്ളത്. അദ്ദേഹം വളരെ ആർഭാടകരമായ ജീവിതം നയിക്കുന്നു, ആരെയും കൊതിപ്പിക്കുന്ന ഒരു ജീവിതമാണുള്ളത്. അത്തരത്തിൽ വലിയ വിശ്വാസമുള്ള ഒരാളാണ്, പണമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒന്നും സാധാരണ ചെറിയ പണത്തിന് വേണ്ടി വഞ്ചിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ കേവലം ഒരു 10-20 കൊല്ലങ്ങൾ കൊണ്ട് കഴിഞ്ഞ ഒരാളാണ് ഡോക്ടർ CJ റോയ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം നിരവധി കാര്യങ്ങൾ ചെയ്തിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ ചില പരിപാടികളിൽ അവർ 5 ലക്ഷം ചോദിക്കുമ്പോൾ അദ്ദേഹം 40 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ആദ്യമേ തന്നെ തുടങ്ങുന്നത്. അങ്ങനെ അദ്ദേഹം ബിഗ് ബോസിൻ്റെ കന്നഡയുടെയും അതുപോലെ മലയാളത്തിൻ്റെയും ഒക്കെ ടൈറ്റിൽ സ്പോൺസർഷിപ്പും അതുപോലെ തന്നെ അവർക്കുള്ള പ്രൈസും ഒക്കെ കൊടുത്തത് അദ്ദേഹമാണ്. കൂടാതെ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന അനുമോൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അത് ഈ പറയുന്ന അനീഷ് എന്ന് പറയുന്ന ഒരു കോമണർക്കൊക്കെ അദ്ദേഹം 10 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം തന്നെ അദ്ദേഹം പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ഏതാണ്ട് 100-150 കോടി രൂപയുടെ കാർ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കാറിൻ്റെ വില, ബുക്കാട്ടി എന്ന് പറയുന്ന കാറിൻ്റെ വില തന്നെ ഏതാണ്ട് 50 കോടി രൂപയിലധികം വരും. പിന്നെ 12-ലധികം വരുന്ന മെഴ്സിഡസ് ബെൻസുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, 4ഓളം വരുന്ന ബെൻലികൾ ഉണ്ടായിരുന്നു, അതുപോലെ ലംബോർഗിനി 4-5 ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി കാറുകളുടെ ഒരു വലിയ കളക്ഷനാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇവിടെയും അതുപോലെ വിദേശത്തുമൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള വലിയ കാറുകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. ആഡംബരത്തിൻ്റെ അങ്ങേ അറ്റത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നുള്ളത്, അദ്ദേഹം ജീവിച്ചത് എന്ന് മാത്രമല്ല അത് പുറത്തേക്ക് അത്തരത്തിലുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ കൂടി ശ്രദ്ധിച്ചിരുന്നു. നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ ഈ തന്ത്രമൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് നിരവധി ഗുണ്ടാ നേതാക്കന്മാരൊക്കെ തന്നെ പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ പെരുമ്പാവൂരിൽ അനസാണെങ്കിലും, അല്ലെങ്കിൽ അപ്പോൾ കാറിൽ മെഴ്സിഡസ് ബെൻസുകളിൽ സഞ്ചരിക്കുന്നു, കൂടെ വലിയ അംഗരക്ഷകരുണ്ടാകുന്നു എന്നൊക്കെയുള്ളത് കൃത്യമായ അവർ തന്നെ റീലുണ്ടാക്കി വലിയ ആവേശത്തോടു കൂടി സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മരടനീഷ പോലെയുള്ള ആളുകളുമൊക്കെ അത്തരത്തിലുള്ള സാധ്യതകൾ ഉപയോഗിച്ചു. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവരിലേക്ക് കൂടുതൽ ആളുകൾ അട്രാക്ട് ചെയ്യാനും ബിസിനസ് അട്രാക്ട് ചെയ്യാനും ഒക്കെ സഹായിക്കും എന്നുള്ളത് വലിയ വസ്തുതയാണ്. അപ്പോൾ ഏതാണ്ട് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ഗുണ്ടകളുമായിട്ട് നമ്മൾ ചേർത്ത് നോക്കേണ്ട, പക്ഷെ അതേപോലെ തന്നെയുള്ള ഒരു സ്ട്രാറ്റജിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ആർഭാടകരമായിട്ടുള്ള ജീവിതം ഒക്കെ നയിക്കുമ്പോഴും സ്വന്തം ഈ പറയുന്ന പോലെ നമ്മളൊരു വ്യക്തിയാണല്ലോ, ബ്രാൻഡ് എഴുന്നേറ്റ് രാവിലെ ഒന്നും കുറ്റമൊന്നും ചെയ്യേണ്ട, പക്ഷെ നമ്മൾ എഴുന്നേറ്റ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും അത് നമ്മുടെ ക്രെഡിബിലിറ്റിയും നമ്മുടെ ബ്രാൻഡിൻ്റെ വീഴ്ചയും ഒക്കെ ഒരുപാട് ബാധിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോൾ ചില ബ്രാൻഡുകൾ എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് പുറവങ്കര എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എടുത്ത് നോക്കിയാൽ ഓണർ ആരാണെന്നത് കേൾക്കുന്നവർക്കൊന്നും അറിയാൻ പറ്റില്ല. ടാറ്റയുടെ തന്നെ തൃത്വം എന്ന് പറയുന്നുണ്ട്, അവരുടെ റിയൽ എസ്റ്റേറ്റ് കമ്പനി. അവർക്ക് ആ 100ഓളം കമ്പനികളുണ്ട്. അതിൽ ഏത് കമ്പനിയാണ്, ആരാണ് ഇതിൻ്റെ ഓണർഷിപ്പ് എന്ന് അറിയാൻ പറ്റില്ല. അവരിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്താൽ പോലും നമ്മൾ അവരുടെ അറസ്റ്റ് ചെയ്തു എന്ന പേര് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ഇന്ന ആളാണെന്ന് മനസ്സിലാക്കണമെന്ന് പോലുമില്ല. അതുപോലെ ബാംഗ്ലൂരിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് പ്രസ്റ്റീജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ പ്രസ്റ്റീജ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ നിങ്ങൾ അറിയേണ്ടത്, ഇപ്പോൾ എറണാകുളത്ത് മരടിലൊക്കെ തന്നെ അവരുടെയാണ് ഫോറം മാളുള്ളത്. അവരുടെ ബാംഗ്ലൂരൊക്കെ നിരവധി മാളുകളുണ്ട്, നിരവധി IT കമ്പനികളുടെ വാടക കൊടുത്തേക്കണൊക്കെ അവരുടെ ബിൽഡിങ്ങാണ്. അതുപോലെ നിരവധി ഹൗസിംഗ് പ്രൊജക്റ്റുകളുണ്ട്, നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഓണേഴ്സ് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഓണേഴ്സ് ആരെങ്കിലും കേസ് ചെയ്യപ്പെട്ടാലൊന്നും വലിയ പ്രശ്നമൊന്നും സംഭവിക്കാനില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ പറയുന്ന വലിയ ആർഭാടകരമായ ഒരു ജീവിതം നയിച്ചിരുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ CJ റോയ് എന്ന് പറയുന്നത്. പക്ഷേ ആ CJ റോയ് എന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞ വിജയ് മല്യ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള നിരവധി ആളുകളുടെ ഒരു സ്ട്രാറ്റജിയിലുള്ള കുഴപ്പമെന്ന് പറയുന്നത് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കുഴപ്പങ്ങളോ ഒക്കെ കണ്ടുപിടിക്കപ്പെട്ടാൽ പോലും ആ ബ്രാൻഡ് ഒറ്റടിക്ക് തകർന്നടിയും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ ആവശ്യത്തിലധികം പലപ്പോഴും നിങ്ങൾ അറിയേണ്ടത്, ഇപ്പോൾ സ്കൈലൈൻ പോലെയുള്ള ഒരു ബിൽഡേഴ്സ് പോലും യഥാർത്ഥത്തിൽ ആരാണ് അതിൻ്റെ ഓണർ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധാരണക്കാരന് അറിയാൻ പറ്റില്ല. ശരിക്കും അവർ കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡേഴ്സിലൊന്നാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളുടെ എല്ലാം കാര്യം അവർ ബ്രാൻഡിൻ്റെ ഒരു ക്രെഡിബിലിറ്റി കീപ്പ് ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം തന്നെ ഓണർഷിപ്പ് വേറിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഇപ്പോൾ ലുലു ഗ്രൂപ്പിൻ്റേത് അങ്ങനെയല്ല. പകരം യൂസഫ് അലിയും ലുലു ഗ്രൂപ്പ് ഒരുപോലെ തന്നെയായിട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്. പക്ഷേ അദ്ദേഹവും ഒക്കെ തന്നെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലൂടെ അതിൻ്റെ പ്രചാരം നേടിയെടുക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്
അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് ഇത്ര വലിയ റിസ്ക് ഇല്ല. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ റിസ്ക് എന്താണ്, ലുലു ഗ്രൂപ്പിൻ്റെ ഒന്നും റിസ്ക് ഇല്ലാത്ത എന്താണ്. അപ്പോൾ അത്തരം കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു വലിയ ബ്രാൻഡ് ബിൽഡിംഗ് ആണ് ഇദ്ദേഹം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കൂടാതെ അദ്ദേഹം പണ്ട് ആദ്യമായി ഉപയോഗിച്ചിരുന്ന, അദ്ദേഹം യഥാർത്ഥത്തിൽ കേരളത്തിൽ ജനിക്കുകയും എറണാകുളത്ത് ജനിക്കുകയും തൃശ്ശൂരിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. അദ്ദേഹം വിദേശത്ത് പഠനത്തിന് പോവുകയും അവിടെ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷം HP-യിൽ ഹ്യൂലറ്റ് പാക്കർഡിൽ വലിയ ഉദ്യോഗം നയിക്കുകയും അതിനുശേഷം അത് ജോലി രാജിവെച്ച് ബിസിനസ് നടക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. ഇത് കൂടാതെ അദ്ദേഹത്തിന് വലിയ ആർഭാടകരമായ ജീവിതം എന്ന് പറയാൻ 150 ഏക്കറിൻ്റെ ബാംഗ്ലൂരിൽ തന്നെ, നിങ്ങളൊന്ന് ആലോചിക്കണം, ബാംഗ്ലൂർ പോലുള്ളൊരു നഗരത്തിൽ തന്നെ 150 ഏക്കറിൻ്റെ ഗോൾഫ് കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ സുഖസൗകര്യങ്ങളുള്ള പ്രൈവറ്റ് ജെറ്റ് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമായി വലിയ സുഖലോലുപതയിൽ ജീവിച്ചിരുന്ന ഒരു ആളുകളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ പറ്റിയിട്ടുള്ള പാളിച്ചകളെക്കുറിച്ച് ഏതാണ്ട് 2016, 2018 തന്നെ അവർ സെയിൽസ് നിർത്തിവെച്ചതിനെക്കുറിച്ചൊക്കെ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെയിൽസ് നിർത്തിവെക്കാൻ കാരണം ആ സമയത്തൊക്കെ തന്നെ അവർ വലിയ പ്രതിസന്ധികളെ ഇവിടെ നേരിട്ടിരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കൊറോണയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, മറ്റ് ചില ഗവൺമെൻറ് അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ അവർ വലിയ പ്രതിസന്ധികൾ അതിജീവിച്ചിരുന്നു. പ്രതിസന്ധികളെ എന്ത് ചെയ്തിരുന്നു, നേരിട്ടിരുന്നു. അത് പിന്നീട് അതിജീവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം വീണ്ടും ഉണ്ടായിട്ടുള്ളത്. കാരണം ഇതിനെ അതിജീവിക്കാൻ 2016 മുതൽ ഏതാണ്ട് കഴിഞ്ഞ 8-9 കൊല്ലമായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതൊന്നും വിലപ്പോയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മളോട് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെയുള്ള ഒരു ജീവിതമല്ല യഥാർത്ഥത്തിൽ ഇവരുടേത്. ഇദ്ദേഹം വലിയ മോട്ടിവേഷണൽ സ്പീക്കറായിരുന്നു. ഇദ്ദേഹം പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്ന് പഠിപ്പിച്ച ഒരാളായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരാൾക്ക് ഈ പറയുന്ന പ്രശ്നത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരുമായി നിരവധി തവണ അദ്ദേഹം സംസാരിച്ചിരുന്നു. ലീഗൽ അഡ്വൈസേഴ്സ് ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ അഡ്വൈസ് അനുസരിച്ച് ഇത് വലിയ അപകടത്തിലേക്കാണ് താൻ പോകുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഈ ആഡംബര ജീവിതമൊക്കെ നമ്മളെ കാണിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ തിരിച്ചറിയണം. കൂട്ടത്തിൽ ഈ പറയുന്ന അവനവൻ്റെ ആർഭാട ജീവിതം കാണിച്ചുകൊണ്ട് സെല്ല് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പമാണ്. ഇപ്പം ഞാൻ പേരൊന്നും പറയുന്നില്ല. ചില ആളുകൾ എറണാകുളത്തൊക്കെയുള്ള ചില ഈ പറഞ്ഞ പോലെ സ്വർണം വാങ്ങിക്കുന്ന കടക്കാരൊക്കെ വരെ ചില സാധാരണക്കാരുടെ അടുത്ത് നിന്ന് വലിയ ചാരിറ്റി ചെയ്യുകയും അച്ചായൻ ഇങ്ങനെ ഇട്ടിട്ട് പോകുമോ മോനെ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന പല ഷോപ്പികളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ വലിയ തോതിൽ ഇദ്ദേഹം ചാരിറ്റി ചെയ്യുകയും അതെല്ലാം തന്നെ മാധ്യമങ്ങളിൽ വരികയും ചെയ്തതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരത്തിൽ വരികയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവരുടെ എല്ലാം പ്രശ്നം ഇത് ഈ പറയുന്ന പോലെ അവർ പുറത്ത് സൃഷ്ടിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു റിയൽ ലൈഫ് പലപ്പോഴും യഥാർത്ഥത്തിൽ റിയലായിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തും സംഭവിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണങ്ങളിൽ ഏറ്റവും അവസാനത്തേതാകട്ടെ CJ റോയുടെ ദാരുണാന്ത്യം എന്ന് മാത്രമേ നമുക്ക് ഭാഷിക്കാൻ കഴിയൂ.